വൈജയന്തി ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്നും കണക്കിന് വാങ്ങിക്കൂട്ടുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, വൈജയന്തി വിചാരിക്കുന്നത് ബാലചന്ദ്രൻ തന്നോട് എല്ലാ കാര്യവും ഇപ്പോൾ തന്നെ തുറന്നു പറയുമെന്നാണ്. പക്ഷേ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിൻ്റെ പൂർവ്വകാല കഥകളും ചരിത്രവും എന്നെക്കൊണ്ട് ഇപ്പോൾ പറയിക്കേണ്ട. പല കാര്യങ്ങളും നീ എന്നിൽ നിന്നും മറച്ചു പിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം വൈജയന്തി. അതെല്ലാം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ മോൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ അതിനെ ഓർത്ത് ദണ്ണപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിൻ്റെ പൈസയല്ല കൊടുത്തിരിക്കുന്നത്, എൻ്റെ പൈസയാണ്. എൻ്റെ മക്കൾ അനുഭവിക്കേണ്ട പൈസയാണ്. അവർക്കില്ലാത്ത പ്രശ്നം പിന്നെ നിനക്കെന്തിനാണ് എന്ന് ചോദിച്ച് ബാലചന്ദ്രൻ വൈജയന്തിയോട് ദേഷ്യപ്പെടുന്നു. അപ്പോഴേക്കും കൃഷ്ണയും ബബിതയും പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞതാണ് അച്ഛാ, ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ലെന്ന്. അത് കേട്ട വൈജയന്തി ആകെ ഒറ്റപ്പെട്ടു പോവുകയാണ്. പോകുന്നതിന് മുമ്പ് വരെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മക്കൾ ഇപ്പോൾ ബാലചന്ദ്രൻ്റെ കൂടെയാണ്, തൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണെന്ന് തിരിച്ചറിഞ്ഞ വൈജയന്തി ആകെ ഒറ്റപ്പെട്ടു പോകുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ.